Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കാനഡ, US, UK തുടങ്ങിയ രാജ്യങ്ങൾ തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആ രാജ്യങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പുറത്തിറക്കിയ ചില നയങ്ങൾ വഴി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുവാൻ കാരണമായിരുന്നു. എന്നാൽ ഇന്ന് UK കനത്ത തൊഴിലാളി ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി തൊഴിൽ അവസരങ്ങളാണ് UK തുറക്കുന്നതും. ഇപ്പോൾ കാർഷിക തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ന് പരിഹരിക്കുവാൻ UK സീസണൽ വർക്കർ വിസ പദ്ധതി 5 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അത് UKയിൽ ജോലി തേടുന്ന ഒരാളെ സംബന്ധിച്ച് മികച്ച ഒരു അവസരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കർഷകർക്കും ഒപ്പം തന്നെ ഭക്ഷ്യ ഉൽപാദകർക്കും ഹ്രസ്വകാല കരാറുകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തുടരാൻ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് UK സർക്കാർ സീസണൽ വർക്ക് വിസ പദ്ധതി 5 വർഷത്തേക്ക് കൂടി നീട്ടിയത്. യഥാർത്ഥത്തിൽ ഇത് 2021 അവസാനിക്കേണ്ട പദ്ധതിയായിരുന്നു. എന്നാൽ നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ അടുത്ത 5 വർഷം വരെ കാലാവധി നീട്ടുവാൻ അഭ്യർത്ഥിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തുടനീളമുള്ള നഴ്സുമാരുടെയും കെയർമാരെയും സന്ദർശിച്ച UKയിലെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഭാരവാഹികൾ പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള RCN സംഘങ്ങളാണ് തൊഴിലിടങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. ഇരുവരും വെവ്വേറെയാണ് വിവിധ പ്രദേശങ്ങളിൽ നഴ്സുമാർ, കെയർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നേരിൽ കാണുന്നത്. ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, അവർക്ക് പ്രാദേശിക യൂണിറ്റുകൾ വഴി പിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യങ്ങൾ. സന്ദർശനങ്ങളുടെ ഭാഗമായി RCN സൗത്ത് വെസ്റ്റ് റീജിയണലിന്റെ നേതൃത്വത്തിൽ സോമർസെറ്റ് NHS ട്രസ്റ്റിന്റെ ഡോണ്ടൺ മാസ്ഗ്രോവ് പാർക്ക് ഹോസ്പിറ്റൽ, നെഫീൽഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബിജോയ് സെബാസ്റ്റ്യൻ സന്ദർശനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർക്ക് നേരെ ലണ്ടനിൽ അക്രമശ്രമം. ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണ് വാഹനം ആക്രമിക്കുവാൻ നോക്കിയത്. സംഭവത്തിൽ ബ്രിട്ടനെ പ്രതിഷേധം അറിയിക്കുവാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അജ്ഞാതനായ ഒരാൾ S ജയശങ്കറിന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുന്നതും തുടർന്ന് ഇന്ത്യൻ പതാക കീറി എറിയുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ലണ്ടനിലെ ചതം ഹൗസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം. വേദിക്ക് പുറത്ത് ഖാലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ മുദ്രാവാക്യവും മുഴക്കി. ഇനി നാട്ടിലെ വാർത്തകൾ. കോടികളുടെ സ്വർണം കടത്തിയ കേസിൽ പിടിയിലായ കന്നഡ നടി രന്യ റാവു 1 വർഷത്തിനിടെ ദുബായിലേക്ക് പോയത് 30 തവണ. കിലോയ്ക്ക് 1 ലക്ഷം രൂപ വീതമാണ് രന്യയ്ക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നതെന്നും DRI അന്വേഷണത്തിൽ കണ്ടെത്തി. 12.56 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായാണ് നടിയും DGP രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളുമായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത്. പോലീസ് അകമ്പടിയോടെ സുരക്ഷാ പരിശോധന മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പിടി വീഴുകയായിരുന്നു. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 2.06 കോടി രൂപയുടെ കറൻസിയും 2.67 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു. കേസിൽ മൊത്തം 17.29 കോടിയുടെ വസ്തുക്കൾ കണ്ടെത്തിയതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. മെപ്പയൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച് വാനിൽ കയറ്റിക്കൊണ്ടുപോയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്താനൊരുങ്ങുകയാണ് നാട്ടുകാർ. പുറക്കാമല കരിങ്കൽ ഖനനം നടത്താൻ എത്തിയവരെ ജാമ്യംപാറയിൽ സമരസമിതി പ്രവർത്തകർ തടയുന്നത് കാണാനെത്തിയ 10ാം ക്ലാസ്സുകാരനെയാണ് വാനിൽ കയറ്റിക്കൊണ്ടുപോയത്. മെപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കീഴ്പയ്യൂർ വാളിയൽ മിസ്ബഹിനെയാണ് പോലീസ് മർദ്ദിച്ചത്. സംഭവ സ്ഥലത്ത് സംഘർഷമുണ്ടായപ്പോൾ കാഴ്ചക്കാരനായിരുന്ന മിസ്ബഹിനെ പോലീസുകാർ വാനിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയായിരുന്നു. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സ്ഥലം MLAയും നടനുമായ മുകേഷ് കൊല്ലത്തില്ല. മുകേഷ് ജില്ലയ്ക്ക് പുറത്താണുള്ളതെന്നാണ് വിവരം. സ്വന്തം മണ്ഡലത്തിൽ CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുകേഷിന്റെ അസാന്നിധ്യം ഇതിനോടകം ചർച്ചയായി. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പാർട്ടി പരിപാടികളിൽ മുകേഷ് പങ്കെടുത്തിട്ടില്ല. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനത്തിലാണ് അവസാനം മുകേഷ് പങ്കെടുത്തത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നാണ് വിവരം. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിയതിന് പിന്നാലെ മുഴുവൻ ഓൺലൈൻ ടിക്കറ്റുകളും വിറ്റുതീർന്നു. ഞായറാഴ്ച ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ കാണുവാൻ 1 ലക്ഷം ദിർഹം, ഏകദേശം 23.5 ലക്ഷം രൂപ വരെ മുടക്കിയവരുണ്ട്. പണം നൽകിയാലും ടിക്കറ്റ് ലഭ്യമാകുന്നില്ലെന്നാണ് സ്ഥിതി. സ്കൈബോക്സിലുള്ള 12,000 ദിർഹത്തിന്റെ ടിക്കറ്റ് അടക്കം ബാക്കിയില്ല. പല വെബ്സൈറ്റുകളിലും ടിക്കറ്റ് വില 1000 മടങ്ങും വർദ്ധിപ്പിച്ചു. 250 ദിർഹത്തിന്റെ ടിക്കറ്റിന് 3000 ദിർഹമാണ് ഈടാക്കുന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് വാങ്ങുവാൻ അവസരമുണ്ടാകുമെന്ന് ICC അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.26 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.